Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ ഈ എപ്പിസോഡിലൂടെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകും എന്ന കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ തന്നെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് 2 വ്യക്തികൾ കൂടി ചേർന്നിട്ടാണ്. ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് മനീഷയും, അതുപോലെ തന്നെ ആംബർനാഥിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനീഷയുടെ ബർത്ത്ഡേ ആണല്ലോ ഇത്. കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ആംബർനാഥ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അവരുടെ മകൾക്ക് കർത്താവെ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള കർത്താവെ ഒരു വരനെ നൽകി, ഒരു ജീവിത പങ്കാളിയെ നൽകി, ദൈവഭക്തിയുള്ള ഒരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഇവർ 2 പേരോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഡിസംബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. പുതുവത്സര ദിനത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ ദൈവിക അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ക്രോസ് ഓവർ സർവീസ് 2017. ദൈവിക വാഗ്ദാനങ്ങളുമായി പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ബ്രദർ ഡാമിയൻ നൽകുന്ന അനുഗ്രഹ സന്ദേശം. ഡിസംബർ 31 ശനിയാഴ്ച രാത്രി 9:30 മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ഈ പുതുവത്സര ആരാധനയിൽ നിങ്ങളും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101. Just like if you want to go to north, നിങ്ങൾക്ക് വടക്കോട്ട് പോകണമെങ്കിൽ you have to turn your back to south. നിങ്ങൾ തെക്കിന് നിങ്ങൾ പുറംതിരിയണം. Am I right? ശരിയല്ലേ? So just like if you want to go to the Father, നിങ്ങൾ പിതാവിന്റെ അടുക്കിലേക്ക് പോകണമെങ്കിൽ you need to turn your back to sin. നിങ്ങൾ പാപത്തോട് പുറംതിരിയണം. You cannot go to this place and this place at the same time. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് പോകാൻ You കഴിയില്ല. have to turn to one place. ഒരു ഭാഗത്തേക്ക് തിരിയുക. So if you are living a sinful life, ഒരു പാപജീവിതം നയിക്കുകയാണെങ്കിൽ you are looking at that direction. നിങ്ങൾ ആ ഡയറക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ, But when you repent, you turn 90 degrees and turn and face God. നിങ്ങൾ എന്നാൽ മാനസാന്തരപ്പെടുന്ന സമയത്ത് നിങ്ങൾ 90 ഡിഗ്രി തിരിഞ്ഞ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു. That is repentance. അതാണ് It മാനസാന്തരം. is turning back to the Lord. ഇത് ദൈവത്തിലേക്ക് തിരിയുന്നതാണ്. Now what is the last one? അവസാനത്തെ കാര്യം എന്താണ്? Restoration. പുനഃസ്ഥാപനം. So despite the son walking away from the father, going into the world, he came back. മകൻ താൻ ഈ അപ്പനെ വിട്ട് ലോകത്തിലേക്ക് പോയെങ്കിലും അവൻ മടങ്ങി വന്നു. And the father restored him. അപ്പൻ തന്നെ സ്വീകരിച്ചു. He loved him with an everlasting love, an agape love. നിത്യമായ ഉപാധികളില്ലാത്ത സ്നേഹത്താൽ അവൻ തന്നെ സ്നേഹിച്ചു. He welcomed him back. അവനെ വീട്ടിലേക്ക് സ്വീകരിച്ചു. That is restoration. അതാണ് പുനഃസ്ഥാപനം. What is restoration? എന്താണ് പുനഃസ്ഥാപനം? Normally a restoration would mean coming back to the original position. സാധാരണഗതിയിൽ പുനഃസ്ഥാപനം എന്നത് യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നതാണ്, യഥാസ്ഥാനമാണ്. Am I right? ശരിയാണോ? But when you come to the Bible, that is not restoration. എന്നാൽ ബൈബിളിലേക്ക് വരുമ്പോൾ അതല്ല പുനഃസ്ഥാപനം. It is more than that. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു കാര്യമാണ്. It is not just coming back to the previous state. പഴയ നിലവാരത്തിലേക്ക് മടങ്ങി വരുന്നത് മാത്രമല്ല, it is beyond that. It is receiving more than what you had received before. നിങ്ങൾ മുൻപ് സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ സ്വീകരിക്കുന്നതാണ്. Hallelujah. Hallelujah. So biblically restoration is not just receiving what you had before. ബൈബിൾ പരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുനഃസ്ഥാപനം എന്നത് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്ഥാനത്തേക്ക് ചുമ്മാ മടങ്ങി വരുന്നത് മാത്രമല്ല, it is receiving
more than what you had before. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതിലധികം സ്വീകരിക്കുന്നതാണ്. How do you know that? എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? Go to the book of Job. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് പോകാം. Satan had struck Job with all diseases. ഇപ്പോൾ ഈ ഇയ്യോബിനെ സകല വ്യാധികളാലും പിശാച് അവൻ ദണ്ഡിപ്പിച്ചിരിക്കുന്നു. He was afflicted with the disease. He lost his children, his land, his livestock, everything. തന്റെ കന്നുകാലികൾ, തന്റെ പുത്രസമ്പത്ത്, തന്റെ സകല സമ്പാദ്യങ്ങളും ഇതാ ഇയ്യോബിന് നഷ്ടമായിരിക്കുന്നു. But because he was faithful, God restored him. എന്നാൽ അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ദൈവം അവനെ യഥാസ്ഥാനത്താക്കി. Not just to his previous position, അവന്റെ ചുമ്മാ പഴയ സ്ഥാനത്തേക്കല്ല, but God restored him double measure. അവനെ ഇരട്ടിയായി അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പുനഃസ്ഥാപിച്ചു. Hallelujah. Hallelujah. So when God promises to restore you, ദൈവം നിങ്ങളെ പുനഃസ്ഥാപിക്കാം എന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ He is not just going to bring you back to the previous position. പഴയ പൊസിഷനിലേക്ക് നിങ്ങളെ വെറുതെ മടക്കി കൊണ്ടുവരികയല്ല. He's going to give you more than before. മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. Hallelujah. Hallelujah. So our God is the God of restoration. നമ്മുടെ ദൈവം പുനഃസ്ഥാപനത്തിന്റെ ദൈവമാണ്. The term used in the Bible, it is Eliashib. എലിയാഷീബ് എന്ന വാക്കാണ് അതിന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. It means God who restores. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം പുനഃസ്ഥാപിക്കുന്നവൻ. If you read the Bible again and again, you will read about God restoring His people. നിങ്ങൾ ബൈബിൾ പല ആവർത്തി വായിച്ചാൽ നിങ്ങൾക്ക് പല ആവർത്തിച്ച് കാണുവാൻ സാധിക്കും ദൈവം തന്റെ ജനത്തെ പുനഃസ്ഥാപനം നടത്തുന്നത്. Take the case of the Israelites. ഇസ്രായേൽ മക്കളെ നോക്കിയാൽ, the Israelites were in the land of bondage, Mizraim. അവർ മിസ്രയീം എന്ന ഈജിപ്റ്റ് എന്ന അടിമ വീട്ടിലായിരുന്നു. But the Lord brought them out of Mizraim into the wilderness. അവരെ മിസ്രയീമിൽ നിന്ന് മരുഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവന്നു. The Lord gave them a lot of miracles, a lot of signs and wonders. അവിടെ അവർക്ക് നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കാര്യങ്ങളും ദൈവം ചെയ്തു. But still they rebelled against God. വീണ്ടും അവർ ദൈവത്തിനെതിരെ മത്സരിച്ചു. They were arrogant against God. ദൈവത്തിനെതിരെ കഠിനഹൃദയരായി. They were disobedient against God. അവർ അനുസരണക്കേട് കാണിച്ചു. And then God forgave them and restored them. ദൈവം അവരോട് ക്ഷമിച്ച് അവരെ പുനഃസ്ഥാപനം നടത്തി. And again they were disobedient. വീണ്ടും അവർ അനുസരണക്കേട് കാണിച്ചു. Again they complained. വീണ്ടും അവർ പരാതിപ്പെട്ടു. So God restored the Israelites again and again and again. ദൈവം വീണ്ടും ഇവരെ പുനഃസ്ഥാപനം ചെയ്തു. Another example is of Rahab the prostitute. മറ്റൊരു ഉദാഹരണം രാഹാബ് എന്ന വേശ്യ. She lived such a sinful life. അവൾ വളരെ പാപം നിറഞ്ഞ ജീവിതമായിരുന്നു. But one moment she did something in favor of the Lord. Her whole life was restored. എന്നാൽ ഒരു നിമിഷത്തിൽ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്ന ഒരു കാര്യം അവൾ ചെയ്തതുകൊണ്ട് അവളുടെ മുഴുവൻ ജീവിതത്തിനെ കഥ മാറ്റിമറിയും. The Lord restored her life. ദൈവം അവളുടെ ജീവിതത്തെ പുനഃസ്ഥാപിച്ചു. The pattern continues. Take the example of Jonah. ഇതാ ആ മാതൃക വീണ്ടും നമുക്ക് കാണാം. യോനയെ നോക്കുക. How many of you know about Jonah the prophet? യോന പ്രവാചകൻ എത്ര പേർക്കറിയാം? He was asked to go to Nineveh to preach. നിനവയിൽ പ്രസംഗിക്കാൻ പോകുവാൻ ദൈവം അവനോട് പറഞ്ഞു. To preach about the judgment of God. ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ. Jonah did not want to go there. എന്നാൽ യോനയ്ക്ക് അവിടെ പോകാൻ ഇഷ്ടമായിരുന്നില്ല. That land was against my land. കാരണം ആ ദേശം എൻ്റെ ദേശത്തിന് എതിരാണ്. So I don't want to preach the news about to that place. കാരണം അതുകൊണ്ട് ഈ സന്ദേശം അവിടെ പ്രസംഗിക്കുവാൻ എനിക്ക് ഇഷ്ടമല്ല. So he went away from Nineveh. നിനവയിൽ നിന്ന് അവൻ ദൂരെ പോയി. And he landed up in the belly of a whale. അവൻ അവസാനം ഇതാ ഒരു തിമിംഗലത്തിന്റെ ഉദരത്തിനകത്തായി. And in the belly of the whale he repented to the Lord. ആ തിമിംഗലത്തിന്റെ ഉദരത്തിനകത്ത് വെച്ച് അവൻ മാനസാന്തരപ്പെട്ടു. And the Lord restored him. ദൈവം അവനെ പുനഃസ്ഥാപിച്ചു. And what an amazing ministry he had in Nineveh. പിന്നീട് എത്രയോ ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് നിനവയിൽ യോന ചെയ്തത്. Hallelujah. Hallelujah. The Lord restored Jonah's life. യോനയുടെ ജീവിതത്തെ കർത്താവ് പുനഃസ്ഥാപിച്ചു. If you think our God is the God of restoration only in the Old Testament, you are wrong. നിങ്ങൾ ചിന്തിക്കുകയാണ് ആ പഴയ നിയമത്തിൽ ദൈവം ഇങ്ങനെ പുനഃസ്ഥാപനമൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തെറ്റ്. In the New Testament also God restores a lot of people. പുതിയ നിയമത്തിലെ കർത്താവ് നിരവധി പേരെ പുനഃസ്ഥാപനം നടത്തിയിട്ടുണ്ട്. See the case of Peter, one of the closest disciples of Jesus. യേശുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ പത്രോസിനെ നോക്കുക. But even he fell. അവനും വീണുപോയി. But when he repented, എന്നാൽ അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ the Lord brought him back. പത്രോസിനെ ദൈവം മടക്കി വരുത്തി. And he was no longer a fisherman after that. അവന് ശേഷം അവനൊരു വെറുമൊരു മീൻപിടുത്തക്കാരനായിരുന്നില്ല. He was the rock on which the church was established. ദൈവം സഭയെ പണിയാൻ ഉപയോഗിച്ച ഒരു പാറയായി അവൻ മാറി. That was the restoration of God. അതാണ് ദൈവത്തിന്റെ പുനഃസ്ഥാപനം. Hallelujah. Hallelujah. But the biggest ever restoration that happened has to be in the life of Jesus. എന്നാൽ ഏറ്റവും വലിയ പുനഃസ്ഥാപനം എന്നത് യേശുവിന്റെ ജീവിതം തന്നെയാണ്. If you look up, നിങ്ങൾ നോക്കിയാൽ that was heaven. അത് സ്വർഗ്ഗമെങ്കിൽ And Jesus was sitting at the right hand side of God. സ്വർഗ്ഗത്തിൽ ഇതാ പിതാവിന്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുകയാണ്.
And he looked down into the world അവൻ ഈ ലോകത്തിലേക്ക് നോക്കി. and he saw us in sin. പാപത്തിലിരിക്കുന്ന നമ്മളെ അവൻ കണ്ടു. And from the highest position, he left himself there. ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിന്ന് അവൻ സ്വയമായി അത് ത്യജിച്ച് വന്നു. He went down into the world. ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. He came down as a small baby. അവൻ ഒരു ശിശുവായി ജനിച്ചു. He carried the cross. ക്രൂശ് വഹിച്ചു. He carried with it all our sin and shame of entire humanity. മുഴുവൻ മാനവരാശിയുടെയും പാപവും അശുദ്ധിയും അവൻ വഹിച്ചു. He was obedient to death. അവൻ മരണത്തോളം അനുസരണമുള്ളവനായി. And right now he is at the lowest point possible. ഇപ്പോൾ സാധ്യമായ ഏറ്റവും ഹീനമായ സ്ഥാനത്തവനായിരിക്കുന്നു. You look there, that is the highest point possible. നോക്കൂ, അവന് സാധ്യമായിരുന്ന ഏറ്റവും ഉന്നത സ്ഥാനം ഉണ്ടായിരുന്നു. He was sitting there. അവൻ അവിടെ ഇരിക്കുകയായിരുന്നു. He came to the lowest point possible. എന്നാൽ ഏറ്റവും ഹീനമായ സ്ഥാനത്തേക്ക് യേശു Let's വന്നിരിക്കുന്നു. read that in Philippians 2. നമുക്കത് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് ചേർന്ന് വായിക്കാം. Verses 7 to 11. അതിന്റെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. Rather, he made himself nothing by taking the very nature of a servant, being made in human likeness, being found in appearance as a man. He humbled himself by becoming obedient to death and death on a cross. സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. Therefore God exalted, restored him to the highest place and gave him the name that is above every name, that at the name of Jesus every knee should bow in heaven, on earth and under the earth, and every tongue acknowledge that Jesus Christ is Lord, to glory of God the Father. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമങ്ങളിലും ശ്രേഷ്ഠമായ നാമം അവന് നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. Hallelujah. ഹല്ലേലൂയ. So the Father was watching. ഇതാ പിതാവ് നോക്കുകയാണ്. The enemies had brought down his son to the lowest point possible. എന്നാൽ ഇതാ ശത്രു തന്റെ പുത്രനെ ഇതാ ഏറ്റവും സാധ്യമായ താഴ്ന്ന സ്ഥാനത്തെ കൊണ്ടുവന്നിരിക്കുന്നു. Jesus was buried inside the grave. ഇതാ യേശു താൻ ഒരു കല്ലറയിൽ അടക്കപ്പെട്ടു. Everyone thought he is helpless. എല്ലാവരും ചിന്തിച്ചു അവൻ നിസ്സഹായനാണ്. He is in the lowest point possible. അവൻ സാധ്യമായ ഏറ്റവും ഹീനമായ സ്ഥാനത്തായിരിക്കുന്നു. There is no restoration possible. ഒരു പുനഃസ്ഥാപനം അവിടെ സാധ്യമല്ല. But our Father had other ideas. പക്ഷേ നമ്മുടെ പിതാവിന് മറ്റൊരു ആശയം Because ഉണ്ടായിരുന്നു. God the Father lifted Jesus from the lowest point to the highest position, that at the name of Jesus every knee should bow and every tongue should confess. എന്നാൽ പിതാവാം ദൈവം അവിടെ നിന്നും യേശുവിനെ വീണ്ടും ഏറ്റവും പരമോന്നതമായ സ്ഥാനത്തേക്ക് അവൻ ഉയർത്തി അവന്റെ മുൻപിൽ ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. Hallelujah. ഹല്ലേലൂയ. That is the restoration by our God. അതാണ് നമ്മുടെ ദൈവം ചെയ്യുന്ന പുനഃസ്ഥാപനം. Today I believe God wants to restore you. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. You know, we read about these people being restored. നമ്മൾ ഈ വ്യക്തികളൊക്കെ പുനഃസ്ഥാപനം നടത്തപ്പെട്ടത് നമ്മൾ വായിച്ചു. But today the Lord is restoring you. ഇന്ന് ദൈവം നിങ്ങളെ പുനഃസ്ഥാപനം നടത്തുവാൻ Do you ആഗ്രഹിക്കുന്നു. believe it? നിങ്ങൾ വിശ്വസിക്കുന്നു? 1 Peter 5:10. 1 പത്രോസ് 5:10. And the God of all grace, who called you to his eternal glory in Christ, after you have suffered a little while, will himself restore you and make you strong, firm and steadfast. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനത്താക്കി ഉറപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. The Bible says it is God's plan to restore you and make you strong. ഇവിടെ വചനം പറയുകയാണ് നിങ്ങളെ യഥാസ്ഥാനത്താക്കുകയും നിങ്ങളെ ഉറപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. No, just like he restored all these people in the Bible, he's going to restore your life also. ബൈബിളിൽ നമ്മൾ കണ്ട ഈ കഥാപാത്രങ്ങളെ എല്ലാം ദൈവം യഥാസ്ഥാനത്താക്കിയതുപോലെ നിങ്ങളെ യഥാസ്ഥാനത്താക്കുക എന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. No, brother, that is impossible. ബ്രദറെ, അതൊന്നും സാധ്യമല്ല. You know, in 1970 I was such a big believer. 1970 ഞാൻ ഭയങ്കര വിശ്വാസിയായിരുന്നു. When I command, demons will leave. ഞാൻ കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ പോവും. How many of you believe the Lord can restore your life? എത്ര വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ പുനഃസ്ഥാപിക്കുവാൻ കർത്താവിന് കഴിയും? It might be your finances that might have gone. ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം നിങ്ങൾക്ക് Many നഷ്ടമായിരിക്കുന്നത്. things that you have lost. നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് You might നഷ്ടമായിട്ടാണ്. have lost your son. നിങ്ങളുടെ മക്കളെ Your നഷ്ടമായിട്ടുണ്ടാകാം. husband might be a drunkard. നിങ്ങളുടെ ഭർത്താവ് ഒരു മദ്യപാനിയായിരിക്കാം. Right now you might be living a sinful life. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ പാപത്തിൽ മുഴുകി You ജീവിക്കുകയായിരിക്കാം. think no one can restore me. നിങ്ങൾ ചിന്തിക്കണം, ആർക്കും എന്നെ യഥാസ്ഥാനത്തെ You കൊണ്ടുവരാൻ can preach കഴിയില്ല. this message, no one can restore me.
me. നിങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിയും, പക്ഷേ എന്നെ ആര് പുനഃസ്ഥാപിക്കും? But today believe that the Lord is able to restore you. എന്നാൽ നിങ്ങൾ ഇന്ന് വിശ്വസിക്കുക, നിന്നെ യഥാസ്ഥാനത്താക്കാൻ ദൈവം ശക്തനാണ്. If the Lord can lift Jesus from the lowest position, He can restore you also. പിതാവിനെ യേശുവിനെ ഏറ്റവും അധമസ്ഥാനത്ത് നിന്നും ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളെയും അതുപോലെ ഉയർത്തുവാൻ How many ദൈവത്തിന് will കഴിയും. shout a hallelujah? ഒരു വലിയ ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. You see, when 1/3 of the angels fell, നിങ്ങൾക്കറിയാം, 1/3 ദൂതന്മാർ വീണുപോയി. they were so close to God. അവർ ദൈവത്തോട് ചേർന്നവരായിരുന്നു. 24/7 they were worshiping God. 24 മണിക്കൂറും 7 ദിവസവും സദാസമയം അവർ യേശുവിനെ ആരാധിക്കുകയായിരുന്നു. But when 1/3 of the angels fell, ആ 1/3 ദൂതന്മാർ വീണപ്പോൾ there was no restoration. അവിടെ പുനഃസ്ഥാപനം നടന്നില്ല. They were not brought back. അവർ ഒരിക്കലും പഴയ സ്ഥാനത്തേക്ക് തിരിച്ചാക്കപ്പെട്ടില്ല. But when man fell in the Garden of Eden, എന്നാൽ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ വീണപ്പോൾ God sent His one and only Son to shed His blood ദൈവം തന്റെ ഏകജാതനായ മകനെ തന്റെ രക്തം ചൊരിയുവാനായി so that He can restore you. നിങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ. That's how much He values you. അത്രയും മൂല്യം ദൈവം നിങ്ങൾക്ക് You are നൽകുന്നു. more valuable than all the angels and all the creations by God. ദൈവത്തിലുള്ള സകല സൃഷ്ടികളെക്കാൾ ദൂതന്മാരെക്കാൾ മൂല്യമുള്ളവരാണ് നാം ഓരോരുത്തരും. And you will see a restoration. നിങ്ങൾ അത് കാണാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Now, what are the types of restoration? യഥാസ്ഥാനത്തിന്റെ ചില തരങ്ങൾ നമുക്ക് നോക്കാം. You can write down. എഴുതിയെടുക്കാം. As I list them, receive them into your life. നിങ്ങൾ അത് കേൾക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കണം. Number 1, ഒന്ന്, restoration of relationship with God. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ പുനഃസ്ഥാപനം. The prodigal son went away from the father. ഇതാ ദൂർത്തനായ ആ മകൻ പിതാവിൽ നിന്ന് ദൂരെ പോയി. Yes, he lost all the inheritance, he lost all the wealth. അവന് സകല സ്വത്തും സമ്പാദ്യവും നഷ്ടമായി. But above all, he lost the relationship with the father. എന്നാൽ അതിലെല്ലാത്തിലേക്കാളും ഉപരി പിതാവുമായിട്ടുള്ള ബന്ധം അവന് നഷ്ടമായി. He distanced himself from the father. പിതാവിൽ താൻ സ്വയം അകലുവാനിടയായി. So when you move from the house of the Lord, you might not only lose everything, you will also lose the relationship between the father. നിങ്ങൾ ദൈവഭവനത്തിൽ നിന്ന് അകലെ പോകുമ്പോൾ നിങ്ങൾ സകലവും നഷ്ടപ്പെടുക മാത്രമല്ല, ആ പിതാവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. And that is the most important thing. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. You know, our God is such a holy God. നമ്മുടെ ദൈവം വളരെ വിശുദ്ധനായ ദൈവമാണ്. His holiness we cannot even imagine. അവന്റെ വിശുദ്ധി നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയില്ല. And sin is such a hindrance between us and God. എന്നാൽ പാപം നാമും ദൈവവും തമ്മിലുള്ള ഏറ്റവും വലിയൊരു തടസ്സമാണ്. Hallelujah. ഹല്ലേലൂയ. But there is the restoration of relationship. എന്നാൽ ബന്ധത്തിൽ ഒരു പുനഃസ്ഥാപനമുണ്ട്. Just like the prodigal son, if he can come back to the father today, he will restore his relationship with you. മുടിയനായ ആ പുത്രൻ പിതാവിലേക്ക് മടങ്ങി വന്നതുപോലെ ദൈവം ഇന്ന് ചിലരെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Number 2, 2, restoration of position. സ്ഥാനത്തിലെ പുനഃസ്ഥാപനം. Let's read Luke 15:19 itself. നമുക്ക് ഒരുമിച്ച് ലൂക്കോസിന്റെ 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം വായിക്കാം. He says, I am no longer worthy to be called your son. Make me like one of your hired men. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. When the prodigal son came back, he never thought he would be a son again. ആ മുടിയനായ മകൻ മടങ്ങി അപ്പന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരിക്കലും ഇനി മകനായി സ്വീകരിക്കപ്പെടുമെന്ന് വിശ്വസിച്ചില്ല. He wanted to come back to the father as a servant. തന്റെ അപ്പന്റെ അടുക്കൽ ഒരു കൂലിക്കാരനായിട്ട് വരുവാനാണ് അവൻ ആഗ്രഹിച്ചത്. If there is any opening, can I work in your house? എന്തെങ്കിലും ഒരു കൂലിവേലക്കുള്ള സാധ്യതയുണ്ടോ, ഒഴിവുണ്ടോ? That is how he came to the father. ആ മനോഭാവത്തോടെയാണ് അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് But വന്നത്. the father did not make him a slave. ആ അപ്പൻ തന്റെ മകനെ അടിമയാക്കിയില്ല. He hugged his son and made him his son again. തന്റെ മകനെ ആലിംഗനം ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്നു. Hallelujah. Hallelujah. So when you come back to the father, നിങ്ങൾ പിതാവിലേക്ക് മടങ്ങി വരുമ്പോൾ he is going to restore the sonship into your life. നിന്നിലുള്ള പുത്രത്വം അവൻ നിനക്ക് മടക്കി തരികയാണ്. Hallelujah. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ ആരംഭിക്കുന്ന ഓരോ ദിവസവും ഓരോ വർഷവും മറ്റേതൊരു വർഷത്തേക്കാളും അനുഗ്രഹത്തിന്റെയും പ്രത്യാശയുടെയും വർഷമായിരിക്കും. 2017 ആദ്യ ആഴ്ചയിൽ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ജനുവരി 2 മുതൽ 8 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച്. സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 8:30 വരെ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101.
ആൻറ്റിയുടെ പേര് സെലിൻ മാത്യു എന്നാണ്. താൻ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് വെരിക്കോസ് വെയിൻ്റെ അസുഖം പിടിപെട്ടു. ഒരു വെരിക്കോസ് വെയിനുള്ള ഒരു വ്യക്തിക്കുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ആൻറ്റിക്ക് ഉണ്ടായിരുന്നു. അതായത് കാലിൻ്റെ ആ ഭാഗത്ത് അടിഭാഗത്തൊക്കെ ഭയങ്കര വേദനയായിരുന്നു. തന്നെ ചോദിക്കുക, എന്തായിരുന്നു ഡിഫിക്കൽട്ടീസ്? കാലിന്റെ അടിയിലൊക്കെ വേദനയായിരുന്നു, നീരുണ്ടായിരുന്നു. നടക്കുമ്പോൾ ചില സമയത്ത് ചടച്ചടച്ചാ നടന്നുകൊണ്ടിരുന്നേ. ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്തും അല്ലാത്ത കോമൺ പ്ലേസസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചടച്ച് നടക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ ഇതെന്തോ പറ്റി, എന്താ ഇങ്ങനെ നടക്കുന്നത്? ഇങ്ങനെയാണ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. താൻ അപ്പോൾ തന്നെ മെഡിസിൻ എല്ലാം എടുത്തുകൊണ്ടിരുന്നു. കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം 1 വർഷത്തിന് മുൻപ് കാണുവാൻ ആരംഭിച്ചു. ഒരു ദിവസം 6 മാസത്തിന് മുമ്പ് ഒരു ദിവസം താൻ ബ്ലെസ്സിങ് ടുഡേ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ ഇങ്ങനെ വെരിക്കോസ് വെയിൻ ഉള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ആൻറ്റി അന്നത്തെ പ്രാർത്ഥനയിൽ ഇത് എനിക്കും കൂടെ ദൈവം തരുമല്ലോ, ഞാനും കൂടെ വിശ്വസിക്കുന്നു, എന്നെയും സൗഖ്യമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ആൻറ്റി പറഞ്ഞതൊരു യൂഷ്വൽ പ്രെയർ, അത്രയേ ഉള്ളൂ. താൻ അത് ശ്രദ്ധിച്ചൊന്നുമില്ല. പക്ഷേ ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന, കാലിനുണ്ടായിരുന്ന വേദന പാടെ മാറി. വേദന നിന്നു. മെഡിസിൻ എടുക്കുന്നത് നിർത്തി. പക്ഷെ എന്നിട്ടും താൻ മനസ്സിലാക്കിയില്ല. വീണ്ടും ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് താൻ ആലോചിച്ചത്, കഴിഞ്ഞ ദിവസം ബ്രദർ ഡാമിൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ടാണല്ലോ എനിക്കിങ്ങനെ ചേഞ്ച് വരാൻ തുടങ്ങിയത് എന്ന് താൻ മനസ്സിലാക്കിയത്. ആൻറ്റി പറഞ്ഞത് 6 മാസങ്ങൾക്കിപ്പുറം താൻ ഇവിടെ നിൽക്കുമ്പോൾ തൻ്റെ കാലിനുണ്ടായിരുന്ന ആ വെയിനൊക്കെ ഇങ്ങനെ തടിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊജക്ട് ചെയ്തൊക്കെ നിൽക്കുമായിരുന്നു. തടിച്ചു കിടക്കും, വെയിൻസ് ഇങ്ങനെ തടിച്ചു കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം വെയിൻസ് തടിച്ചിട്ടും ഇല്ല, മെഡിസിൻസ് നിർത്തി, താഴേക്ക് അത് താഴ്ന്നു, നീരും പോയി. സാധാരണ ലെവലിലേക്ക് കാലിൻ്റെ വേദന മാറി, ആ തടിപ്പുണ്ടായിരുന്നത് മാറി. ഇപ്പം ശരിക്കും ഒരു വ്യക്തി നന്നായി നടന്നു പോകുന്നത് പോലെയാണ് താൻ നടന്നു പോകുന്നത്. അന്നത്തെ ആ പ്രാർത്ഥനയിൽ തൻ്റെ ആ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ അസുഖം പൂർണ്ണമായിട്ടും യേശു എടുത്തു മാറ്റി എന്നെ അനുഗ്രഹിച്ചു. ആ സാക്ഷ്യം പറയാനാണ് താൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഡിസംബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ മുട്ടുന്നത് സ്വർഗത്തിൻ്റെ വാതിലുകളാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഇന്ന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി സ്വർഗത്തിലെ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹത്തിൻ്റെ മാരിയെ അങ്ങ് വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അങ്ങയുടെ കരം അവരുടെ മേൽ വെക്കണമേ കർത്താവെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അവരെ വിട്ട് മാറിപ്പോകട്ടെ. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ അതിശയകരമായി അത്ഭുതകരമായി ജോലിക്ക് വേണ്ടിയുള്ള വഴികൾ തുറന്നു വരട്ടെ. ചില കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ, പക്ഷെ കർത്താവിന് ഒരു അത്ഭുതം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കാനായി സാധിക്കും. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു അത്ഭുതകരമായി തന്നെ
അങ്ങയുടെ വഴികൾ ഇവർക്ക് വേണ്ടി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ലോൺ അടയ്ക്കുവാൻ സാധിക്കാതെ ജപ്തിയുടെ ഭീഷണിയുടെ നടുവിലായിരിക്കുന്ന ചിലർ, യേശുവിൻ നാമത്തിൽ ആ സാമ്പത്തിക പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകട്ടെ കർത്താവെ. അത്ഭുതകരമായി ഒരു പരിഹാരം അവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില ലോസിലൂടെ കടന്നു പോകുന്ന ചില ബിസിനസ് സ്ഥാപനങ്ങൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഒരു പക്ഷേ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ലോസ് ആയിരിക്കാം, നഷ്ടങ്ങളായിരിക്കാം, പക്ഷെ നിനക്ക് വേണ്ടി മാത്രം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്ഭുതകരമായ അനുഗ്രഹത്തിൻ്റെ വഴിവാതിലുകൾ ഈ വ്യക്തികൾക്ക് വേണ്ടി, അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചില രോഗികൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ടുള്ള, തൊണ്ടയ്ക്ക് വലിയ പ്രശ്നങ്ങളുള്ള ചില വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നനാളത്തിനകത്തും വയറിനകത്തും കുരുക്കളുണ്ട് എന്ന് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളത് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ദീനത്തോടു കൂടിയാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും ഇപ്പോൾ വിശ്വാസത്തോടെ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും യേശുവിൻ നാമത്തിൽ കടുത്ത തലവേദനകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗർഭപാത്ര സംബന്ധമായ ചില തകരാറുകൾ യേശുവിൻ നാമത്തിൽ അത് പരിഹരിക്കപ്പെടട്ടെ കർത്താവെ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ വിടുതൽ കൊടുത്തതിനായി നന്ദി പറയുന്നു കർത്താവെ. എല്ലാ രോഗികളെയും അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് മാവേലിക്കരയിൽ വെച്ചിട്ടാണ്. ശനിയാഴ്ച ക്രോസ് ഓവർ സർവീസാണ്. 2017 യേശുവിനോടൊപ്പം അവൻ്റെ കൈ പിടിച്ച് നടന്ന് കയറുവാനുള്ള പ്രത്യേക മീറ്റിംഗ് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലും എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിലും നടക്കുകയാണ്. അതുകൊണ്ട് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. Lord, I want more of your spirit, more of your power.